പ്രിയ വിദ്യാർത്ഥികളെ, സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ ഈ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ചാപ്റ്റർ വൈസായിട്ട് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ വെബ് ടെക്നോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുൻ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളും അതാത് വീഡിയോസ് കാണേണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, പ്രസ് ചെയ്താൽ തുടർന്ന് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത് നമുക്ക് എടുക്കാനുള്ള DNS സെർവേഴ്സ്. ഈ DNS സെർവേഴ്സിനെ പറ്റി നമ്മൾ 11ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണത് DNS സെർവർ? A DNS server runs a special purpose networking software that contains a database of domain names and their IP addresses. അതായത് നമ്മളൊരു വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിമും അതിൻ്റെ IP അഡ്രസ്സും സ്റ്റോർ ചെയ്യുന്ന ഒരു സെർവറാണ് DNS സെർവർ. A DNS server runs a special purpose networking software that contains a database of domain names and their IP address. The domain name system, that is DNS, runs on DNS server and returns the IP address of the domain name requested by the client computer. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിക്കുന്നു. ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിക്കുമ്പോൾ ഇത് സെർവറിലേക്കാണ് പോകുന്നത്, അല്ലേ? ഈ സെർവറിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ DNS ഡൊമൈൻ നെയിം സിസ്റ്റം അത് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് അതിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്? ഇപ്പോൾ dhskerala.gov.in എന്ന് പറയുന്നതിനകത്തിൽ എന്താ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്? സെർവറിനകത്ത് കാണും. അതിൻ്റെ IP അഡ്രസ്സൂടെ റിട്ടേൺ ചെയ്ത് എവിടെ വരും? ക്ലയൻറ്റിൻ്റെ വെബ് സെർവറിലേക്ക്, ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലേക്ക് വരും. അതാണ് ഈ പറഞ്ഞത്. A domain name system, several DNS servers computers. ഒരു ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് കുറേ DNS സെർവർ കമ്പ്യൂട്ടറുകൾ ചേർന്നതാണ് ഒരു ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി the DNS servers are arranged in hierarchy. At the top level there are 13 root servers that contain name server information for all the generic top level domains such as .com, .org, as well as country specific name like .in, .uk, etc. ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 13 റൂട്ട് സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ 13 റൂട്ട് സെർവേഴ്സാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൻ്റെ ഹൈറാർക്കിക്കൽ ലെവലിൽ താഴോട്ടാണ്. അതിൻ്റെ ഹൈറാർക്കി അനുസരിച്ച് കുറേ റൂട്ട് സെർവേഴ്സ് നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ചുമന്ന ഡോട്ട്സിൽ കാണുന്നതൊക്കെ റൂട്ട് സെർവർ ഇരിക്കുന്ന ലൊക്കേഷനാണ്. അപ്പം ഇന്ത്യയുടെ ഭാഗത്തും കുറേ റൂട്ട് സെർവേഴ്സിൻ്റെ ഒക്കെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ലെവൽ ഡൊമൈൻ 13 റൂട്ട് സെർവേഴ്സാണ്. പക്ഷേ അതിൻ്റെ താഴെ വരുന്ന ഹൈറാർക്കിക്കൽ ലെവലിൽ താഴെ വരുന്ന റൂട്ട് സെർവേഴ്സൊക്കെ കുറേ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയാണ് ഈ .com, .orgയും കൺട്രി സ്പെസിഫിക് നെയിമായ ഡൊമൈൻ അഡ്രസ് .inനും .uk ഒക്കെ നമുക്ക് കിട്ടുന്നത്. Several copies these root servers are placed in different locations around the globe as shown in this figure. അപ്പം അതിൻ്റെ ഒരു കോപ്പീസാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ഞാനൊന്ന് പറയാം ഇത്. Let us see how the DNS searches and locates the IP address of domain name. അപ്പോൾ നമ്മുടെ ബ്രൗസറിൽ നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിക്കുന്നു. ഇത് സെർവറിൽ പോയി എങ്ങനെയാണ് തിരിച്ച് നമ്മുടെ കൊണ്ടുതരുന്നതെന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. Suppose we are visiting the website of Police Department of the Government of Kerala. Let us type the domain name for the Police Department, namely www.keralapolice.org in our browser. അപ്പോൾ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരെണ്ണമാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ ബ്രൗസറിൽ എന്തോ അടിക്കും? www.keralapolice.org എന്ന് പറയുന്ന ആ അക്ഷരങ്ങൾ, അഡ്രസ്സ്, നമ്മുടെ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യും, അല്ലേ? ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. The following step illustrates how the DNS resolves the IP address. എന്താ ചെയ്യാൻ പോകുന്നതാണ്? All the browsers store the IP address of the recently visited websites in the cache. Therefore, the browser first searches its local memory to see where it has the IP address of this domain. If found, the browser uses it. ചിലപ്പോൾ ഒരു കാര്യം നമ്മളറിയാം, ചിലപ്പോൾ നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത ഒരു സൈറ്റ് ആയിരിക്കും നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗസറിൻ്റെ ക്യാഷിൽ, ലോക്കൽ ക്യാഷിൽ ഒരുപക്ഷെ മുൻപ് വിസിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണും. അപ്പോൾ നേരിട്ട് നമ്മളിപ്പോൾ അടിക്കുന്ന വെബ്സൈറ്റിൻ്റെ നേരിട്ട് അതിലേക്ക് അങ്ങ് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട്. അപ്പം
റീസെൻ്റ്ലി വിസിറ്റഡ് വെബ്സൈറ്റ്സിൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള മെമ്മറിയാണ്, സ്പീഡായിട്ടുള്ളതാണ്. അത് ഫസ്റ്റ് സെർച്ചസ് ദ ലോക്കൽ മെമ്മറി അല്ലെങ്കിൽ മിനി ക്യാഷ് ടു സീ വെദർ ഇറ്റ് ഹാസ് ദ IP അഡ്രസ് ഓഫ് ദിസ് ഡൊമൈൻ. ഈ ഡൊമൈൻ്റെ നമ്മളടിക്കുന്ന പേരിൻ്റെ IP അഡ്രസ്സ് അവർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ പോകുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ബ്രൗസർ ക്യാഷ് ഇറ്റ് ചെക്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലോക്കൽ ക്യാഷ് ഫോർ IP അഡ്രസ്. അപ്പോൾ അത് ബ്രൗസറിൻ്റെ ക്യാഷിൽ ആദ്യം ചെക്ക് ചെയ്യുന്നു. ബ്രൗസറിൻ്റെ ക്യാഷിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യുന്നത് ലോക്കൽ ക്യാഷ് ഫോർ ദി IP അഡ്രസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ ക്യാഷിൽ IP അഡ്രസ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ദർ ഇറ്റ് സെർച്ചസ് ദ DNS സെർവർ ഓഫ് ദി ലോക്കൽ ISP. അവിടെയും ഇല്ലെങ്കിൽ ഇത് ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ DNS സെർവറിലേക്ക് പോകും. പിന്നെയാണ് DNS സെർവറിലേക്ക് പോകുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഡൊമൈൻ നെയിം ഇൻ ദ ISP's DNS സെർവർ, ദ ISP's DNS സെർവർ ഇനിഷ്യേറ്റ്സ് ആൻഡ് റിക്കർസീവ് സെർച്ച് സ്റ്റാർട്ടിംഗ് ഫ്രം ദ റൂട്ട് സെർവർ ടിൽ ഇറ്റ് റിസീവ്സ് ദ IP അഡ്രസ്സസ്. അപ്പോൾ പിന്നെ ഇത് സെർച്ചിങ് നടക്കാൻ പോകുന്നത്. എവിടെയാണ് ഈ IP അഡ്രസ്സ് ഇരിക്കുന്നത്, ഈ IP അഡ്രസ്സ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് റൂട്ട് സെർവറുകൾ തോറും പരതി നടക്കാറുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് ഒരിടത്തില്ലെങ്കിൽ ഒരിടത്ത് നിന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഇല്ലെങ്കിൽ അപ്പുറത്തെ റൂട്ട് സെർവറിൽ പോകും. ഇങ്ങനെ ഇത് പരതി നടക്കാറുണ്ട്. ഇത് ഈ ISP's DNS സെർവർ റിട്ടേൺസ് ദ IP അഡ്രസ് ടു ദി ബ്രൗസർ. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ചെല്ലുമ്പോൾ ഇത് കാണത്തില്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. കാണുമ്പോൾ തിരിച്ച് നമ്മുടെ ബ്രൗസറിൻ്റെ അവിടെ വരും. ദ IP അഡ്രസ് റിട്ടേൺസ് ദ IP അഡ്രസ് ടു ദ ബ്രൗസർ. ദ ബ്രൗസർ കണക്ട്സ് ദി വെബ് സെർവർ യൂസിങ് ദ IP അഡ്രസ് ഓഫ് ദി www.keralapolice.org. അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിലേക്ക് മെസ്സേജ് വരും IP അഡ്രസ് ഉണ്ടെന്നുള്ളത്. അതനുസരിച്ച് പിന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റകൾ ഈ സൈറ്റിൻ്റെ എന്നുള്ള പേരിൽ ആ വെബ് സെർവറിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതില്ല എങ്കിൽ കിട്ടുന്ന ഒരു മെസ്സേജ് നമുക്കറിയാം. ചിലപ്പോഴെങ്കിൽ തെറ്റായിട്ട് നമ്മൾ ബ്രൗസറിൻ്റെ പേരൊക്കെ അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ച് കഴിയുമ്പോൾ സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. അതതിൻ്റെ കാരണം ഇതാണ്. In large organizations like education institutions, government departments, software firms, where there are hundreds of computers and devices connected to the internet, a local DNS server is hosted inside the intranet of that organization. The local DNS server contains a list of domain name and the IP address which the users in the organization regularly access. This list can be updated periodically to include new domain names. Whenever a computer in the intranet tries to access the website in the internet, it first searches the domain name in the local DNS server. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ഥാപനം ചിലപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരേ IP അഡ്രസ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ ഇൻട്രാനെറ്റ് വർക്ക് ചെയ്യും. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പോലെയാണ്, പക്ഷേ ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കിനാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അതും ഇതുപോലെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇൻട്രാനെറ്റ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നെയിം എ പ്രോട്ടോക്കോൾ ദാറ്റ് വർക്ക്സ് ഓൺ ടോപ്പ് ഓഫ് ദി ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അത് നമ്മൾ പറഞ്ഞാണ് TCP/IP എന്ന് പറയുന്നത്. എക്സ്പാൻഡ് HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. അഡ്വാൻറ്റേജ് ഓഫ് ഇൻസ്റ്റാളിംഗ് വെബ് സെർവേഴ്സ് ഇൻ ഡാറ്റാ സെൻറ്റേഴ്സ്. ഡാറ്റാ സെൻറ്റേഴ്സിൽ വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അത് നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞാണ്. സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ് ചോദ്യം കൊണ്ട് വായിക്കുക. ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ എ സോഫ്റ്റ്വെയർ പോർട്ട് നമ്പർ ഈസ് എത്രയാണ്? 16 ബിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ദ ഡൊമൈൻ നെയിം സിസ്റ്റം റിട്ടേൺസ് ദി IP അഡ്രസ് ഓഫ് ദി ഡൊമൈൻ നെയിം. അതാണ് ഉത്തരം. ഇനി നമ്മളിനി പഠിക്കാൻ പോകുന്നത് വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ്. വെബ് ഡിസൈനിങ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുകയും അത് ഹോസ്റ്റ് ചെയ്യുകയും അതിനെ എങ്ങനെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ വെബ് ഡിസൈനിങ് എന്ന് പറയുന്നൊരു പോർഷനാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക. The first step in the setting up of a website is planning the web pages for website. Suppose we are going to develop a website of our school. ഇപ്പോൾ നമ്മുടെ സ്കൂളിന് വേണ്ടി നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. After deciding the pages and the links we need to design this web page. നമുക്ക് എന്തുമാത്രം ഡേറ്റ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ലിങ്കാണ് വേണ്ടത്, ആരുമായിട്ടൊക്കെയാണ് നമുക്ക് കോൺടാക്റ്റ് വേണ്ടത്, എത്ര ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തണം, എത്ര വീഡിയോസൊക്കെ വേണം, ആ ഒരു മുൻധാരണ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു വെബ് പേജ് ഉണ്ടാക്കാൻ പോവാണ്, നമ്മുടെ സ്കൂളിൻ്റെ ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ പോവാണ്. വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു മുൻധാരണ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് നമ്മുടെ വെബ് പേജിൽ ഉൾപ്പെടുത്തുന്നുള്ളത്. അതാണ് നമ്മൾ പിന്നീട് ഇനി അതനുസരിച്ചാണ് ചെയ്യുന്നത്. എനി ടെക്സ്റ്റ് എഡിറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ഹോം പേജ്, എ പേജ് ഫോർ ഡിസ്പ്ലേയിങ് ദ കോഴ്സ് ഇൻ ദ സ്കൂൾ, ഫെസിലിറ്റീസ് അവൈലബിൾ, കോൺടാക്റ്റ് അഡ്രസ്, ലിങ്ക്, ദെൻ യൂസ് എക്സെട്ര. നമ്മളുടെ അട്രാക്റ്റീവ് വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഹോം പേജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വെക്കാം.
ഇനി ദർ ആർ മെനി വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ. ഒത്തിരി വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിൾ ആണ്. യു ആർ ഓൾസോ എംപ്ലോയ് ദ ഫീച്ചേഴ്സ് അവൈലബിൾ ഇൻ എനി ഓഫ് ദ ഡിസൈനിങ് ടൂൾസ് ദാറ്റ് ഹെൽപ്സ് യു ടു ക്രിയേറ്റ് ദ വെബ് പേജ് വിത്ത് ഈസി ഓഫ് പ്രിപ്പയറിംഗ് എ ഡോക്യുമെൻറ്റ് ഇൻ ദി വെബ് പ്രോസസ്സർ. നമ്മൾ ഇതിന് ധാരാളം സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് വെബ് പേജൊക്കെ ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ പൈസ കൊടുത്തൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനകത്തോട്ടൊക്കെ നമ്മളിപ്പോൾ എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഫെസിലിറ്റീസ് ടു ട്രാൻസ്ഫർ ഫയൽസ് ടു ദ സെർവർ യൂസിങ് FTP പ്രോട്ടോക്കോൾ ഈസ് ഓൾസോ ബിൽറ്റ് ഇൻ സച്ച് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളൊരു പേജ് ഉണ്ടാക്കും, HTML പറ്റിയൊക്കെ പഠിക്കും. HTML ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പം ഈ ഏതെങ്കിലും സോഫ്റ്റ്വെയറിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? FTP പ്രോട്ടോക്കോൾ അനുസരിച്ചാണത് ചെയ്യേണ്ടത്. FTP പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. പോപ്പുലർ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ്, കുറേ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസിൻ്റെ പേര് ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീംവീവർ, മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ, വെബ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ്. അപ്പോൾ നന്നായിട്ട് വെബ് ഡിസൈനിങ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നവർ ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കും. വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസാണ് ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീംവീവർ, മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ, വെബ് എന്ന് പറയുന്ന കുറേ സോഫ്റ്റ്വെയർസൊക്കെ. അതിൻ്റെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്ന ഒരു IDE കണ്ടിട്ടുണ്ട്. IDE ഓഫ് വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ, വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയറിൻ്റെ IDE ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പഠിച്ചത്. ബ്ലൂഫിഷിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്, ഡ്രീംവീവറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ HTMLലേക്ക് പോകുന്നത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെ ഇരിക്കുന്നതാണ്? പെർമനൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതാണ്, അല്ലേ? അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥത്തിൽ നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാം. ദ നെയിം ഇറ്റ് സെൽഫ് ഷോസ് ദാറ്റ് വാട്ട് ഇറ്റ് ഈസ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ലാബിൽ നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് ഉണ്ടാക്കുന്നു. അത് സ്റ്റാറ്റിക്കാണ്. എപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലും സെയിം കണ്ടൻറ്റാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ മറിച്ച് അതിന് നമുക്ക് സ്റ്റാറ്റിക് എന്ന് പറയാം. എന്നാൽ മറിച്ച് നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് വരുന്ന ഒരു സൈറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഓരോ രജിസ്റ്റർ നമ്പരും നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുമ്പോൾ വ്യത്യസ്ത പേജുകളാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അത്തരം പേജസിനെയാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ്. അപ്പോൾ അതാണ് പറയുന്നത്. സ്റ്റാറ്റിക് വെബ് പേജസ് ആർ വെബ് പേജസ് ദാറ്റ് റിമെയിൻ ദ സെയിം ഓൾ ദ ടൈം അണ്ടിൽ ദെയർ കോഡ് ഈസ് ഡൈനാമിക്കലി ചേഞ്ച്. അപ്പോൾ അതാണ് നമ്മൾ കോഡ് ചേഞ്ച് ചെയ്യുക അത്രത്തോളം കാലം അതിലെ കണ്ടൻറ്റ് എപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്നത് സെയിം ആണെങ്കിൽ അത്തരം വെബ് പേജസിനെ നമുക്ക് എന്ത് പറയാം? സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയാം. ഉദാഹരണം, നിങ്ങളുടെ ലാബിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന HTML ഉപയോഗിക്കുന്ന ഒരു വെബ് പേജ് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും. അപ്പം അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്കറിയാം ഡൈനാമിക് വെബ് പേജ്. ഡൈനാമിക് വെബ് പേജസ് എന്താണ് പറയുന്നത്? ദ പേജസ് that contains server-side code which creates a web page each time it accessed are called dynamic web pages. അപ്പോൾ ഇത്തരം ഡൈനാമിക് വെബ് പേജിൻ്റെ എവർ ചേഞ്ചിങ് എന്നാണ്. അപ്പോൾ അത് എവിടെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് സെർവറിൽ എന്തൊക്കെ ഡേറ്റാബേസിലുണ്ടോ അതെല്ലാം ഡിസ്പ്ലേ ചെയ്തെടുത്തുകൊണ്ട് തരാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെയുള്ള വെബ് പേജസിനെയാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജീസാണ് PHP, JSP, ASP എന്നൊക്കെ പറയുന്നത്. ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കാൻ പറ്റിയ ചില ടെക്നോളജീസാണ്. അത് ബാങ്കുകളിലും നമ്മുടെ അഡ്മിഷൻ സൈറ്റുകളിലും റിസൾട്ട് തരുന്ന സൈറ്റുകളിലൊക്കെ ഇത്തരം ഡൈനാമിക് വെബ് പേജസാണ് ഉപയോഗിക്കുന്നത്. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം കൃത്യമായ രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഇത് ഒന്ന് പറയാം. ആദ്യം സ്റ്റാറ്റിക്. ദ കണ്ടൻറ് ആൻഡ് ലേഔട്ട് ഓഫ് ദ വെബ് പേജ് ഇസ് ഫിക്സ്ഡ്. കണ്ടൻറ്റും ലേഔട്ടും ഫിക്സ്ഡ് ആയിരിക്കും. ദ കണ്ടൻറ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. അത് ചേഞ്ച് ചെയ്യും ഡൈനാമിക്കിലാണെങ്കിൽ. സ്റ്റാറ്റിക് വെബ് പേജ് നെവർ യൂസ് ഡാറ്റാബേസ്. സ്റ്റാറ്റിക് വെബ് പേജ് ഒരിക്കലും ഡാറ്റാബേസ് ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഡാറ്റാബേസ് ഈസ് യൂസ് ടു ജനറേറ്റ് ഡൈനാമിക് കണ്ടൻറ് ത്രൂ ക്വറീസ്. നിങ്ങൾ ക്വറീസ് ഉപയോഗിച്ചിട്ട് എപ്പോഴും മാറി വരുന്ന ഡാറ്റയാണ് ഡൈനാമിക് വെബ് പേജിൽ വരുന്നത്. സ്റ്റാറ്റിക് വെബ് പേജ് ഡയറക്ട്ലി റൺ ഓൺ ദ ബ്രൗസർ ആൻഡ് ഡു നോട്ട് റിക്വയർ എനി സെർവർ. സ്റ്റാറ്റിക് വെബ് പേജ് എപ്പോഴും നമ്മുടെ ബ്രൗസറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഡൈനാമിക് വെബ് പേജ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് സെർവറിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാറ്റിക് വെബ് പേജസ് ആർ ഈസി ടു ഡെവലപ്പ്. കാരണം നമുക്ക് കുട്ടികൾക്ക് തന്നെ ഇതൊക്കെ ഉണ്ടാക്കാം. എന്നാൽ ഡൈനാമിക് വെബ് പേജസ് ഡെവലപ്പ് റിക്വയർ പ്രോഗ്രാമിംഗ് സ്കിൽ. നല്ല പ്രോഗ്രാമിംഗ് സ്കില്ലും PHPയിലും ASPയിലും JSPയിലും ഒക്കെ നല്ല പ്രോഗ്രാമിംഗ് സ്കില്ലുള്ളവർക്ക് മാത്രമേ നമുക്ക് നല്ലൊരു ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനിയും സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. സ്ക്രിപ്റ്റ് നമ്മൾ സിനിമയിലൊക്കെ ധാരാളം സ്ക്രിപ്റ്റുകൾ കണ്ടിട്ടുണ്ട്. തിരക്കഥ, അല്ലേ? ഒരു സിനിമയുടെ തിരക്കഥ എത്രയും നന്നായിരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ HTML എഴുതുന്ന ചില പ്രത്യേക കോഡുകളെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ സ്ക്രിപ്റ്റ്സ് ആർ
പ്രോഗ്രാം കോഡ്സ് റിട്ടൺ ഇൻസൈഡ് ദി HTML പേജസ്. അത് ചിലപ്പോൾ ജാവാ സ്ക്രിപ്റ്റിലാകാം, VB സ്ക്രിപ്റ്റ് ആകാം, PHP ആകാം, പേൾ ആകാം. ഇതൊക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണതെല്ലാം. അപ്പോൾ വലിയൊരു HTML പേജ്, HTML പേജിനകത്ത് എഴുതുന്ന ചെറിയ കോഡുകൾ, പ്രോഗ്രാം കോഡുകളെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്? എല്ലാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ഉപയോഗിക്കുന്നത് ഒരു വെബ് പേജിനെ മനോഹരമാക്കാൻ വേണ്ടിയും ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ്. ദ സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഇൻ വെബ് പേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ വെബ് പേജ് മോർ ഇൻട്രാക്റ്റീവ് ആൻഡ് അട്രാക്റ്റീവ്. നല്ല ഇൻട്രാക്റ്റീവും അട്രാക്ഷനും ഉണ്ടാക്കാൻ വേണ്ടിയാണ് സ്ക്രിപ്റ്റുകൾ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു HTML സ്ക്രിപ്റ്റ് എഴുതുന്നത്? സ്ക്രിപ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിനകത്താണ് HTML സ്ക്രിപ്റ്റ് എഴുതുന്നത്. സോ ഇൻ HTML പേജ് സ്ക്രിപ്റ്റ് ക്യാൻ ബി റിട്ടൺ വിത്ത് ദ ടാഗ് script/script. ഇനി ടാഗൊക്കെ എന്താണെന്ന് വിശദമായിട്ട് ഇപ്പോൾ പറയും. ഇതൊരു മുന്നറിവായിട്ട് നിങ്ങൾ ഇരുന്ന് വെച്ചാൽ മതി. ഇതിന് 2 അട്രിബ്യൂട്ടുണ്ട്, ടൈപ്പ് ആൻഡ് SRC. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പിന്നെ പറയുന്നതാണ്. എന്നാൽ ഒരു എക്സാമ്പിൾ നോക്കിക്കൊണ്ടിരിക്കുക. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ജാവാ സ്ക്രിപ്റ്റ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ജാവാ സ്ക്രിപ്റ്റ് ആണ് എന്ന് ആ HTML കോഡിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ ചില എക്സാമ്പിൾസ് പറഞ്ഞു. ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തി ഇല്ലേ. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമുക്കിതിനെ 2ആയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്നിനെ പറയുന്ന പേരാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, രണ്ടാമത്തേനെ പറയുന്ന പേരാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. സോ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണ് തമ്മിലുള്ള വ്യത്യാസം? പ്രധാന വ്യത്യാസം, ഇൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ദ സ്ക്രിപ്റ്റ് കോഡ് ഫോർ വാലിഡേഷൻ ഇസ് ഡൗൺലോഡഡ് along with HTML code in our browser. When we click the save button, the client side script is executed in our browser. ശ്രദ്ധിക്കുക, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് കോഡ് വാലിഡേഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യുകയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലാണ് അവിടെ എന്താണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ വെൻ വി ക്ലിക്ക് ദ സബ്മിറ്റ് അല്ലെങ്കിൽ സേവ് ബട്ടൺ, ദിസ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഇസ് എക്സിക്യൂട്ടഡ് ഇൻ അവർ ബ്രൗസർ. ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രൗസറിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ പോപ്പുലർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എക്സാമ്പിളാണ് ജാവാ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും എന്ന് പറയുന്നത്. ഇനി അപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അത് സെർവറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അത് പ്രധാനമായിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കാതെ. വി ഡിസ്കസ് ദ ഡൈനാമിക് വെബ് പേജസ് ഇൻ ദ പ്രീവിയസ് സെഷൻ. സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജസ്. അപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഡൈനാമിക് വെബ് പേജ് എഴുതാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളൊക്കെ ഇപ്പോൾ വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു പടം കൊടുത്തിരിക്കുന്നുണ്ടോ. ക്ലയൻറ്റ് നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ നിന്നും നമ്മളൊരു നമ്മളൊരു അഡ്മിഷൻ സൈറ്റ് നോക്കുകയാണ്. നിങ്ങളുടെ ഒരു രജിസ്റ്റർ നമ്പർ കൊടുക്കുകയാണ്. രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ അത് സെർവറിൽ ചെന്ന് അവിടെ ഒരു PHP പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഡേറ്റാബേസിൽ നിന്നും നിങ്ങളുടെ ഡേറ്റ ക്വറി അനുസരിച്ച് എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് ബ്രൗസറിലേക്ക് നമുക്ക് കാണിച്ചു തരുന്നു. ഇപ്പോൾ SQL ക്വറീസൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി പറയും എന്താണെന്നുള്ളത്. അപ്പം ബ്രൗസറിൽ നമ്മളൊരു വെബ്സൈറ്റ് അടിച്ചു, www. ഇപ്പോൾ examresults.gov.in സൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ വരും നമ്മുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുന്നു. ഇത് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് സെർവറിലേക്ക് പോകും. സെർവറിലേക്ക് പോയിട്ട് കഴിയുമ്പോൾ അവിടുത്തെ PHP പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് MySQL ക്വറി ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡേറ്റാബേസിൽ നിന്നും നിങ്ങളുടെ മാത്രം ഡേറ്റ എടുത്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം പ്രധാനമായിട്ടും പഠിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കാതെ. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് പേൾ, PHP, ASP, JSP ഓൾ ആർ പോപ്പുലർ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, പോപ്പുലർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് ഒരു 3 എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. പോപ്പുലർ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് 2-3 എക്സാമ്പിൾസും പഠിച്ചു വെച്ചേക്കണം. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഇവിടെ സ്ക്രിപ്റ്റ്സ് ഈസ് കോപ്പീഡ് ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. ഇതിനകത്ത് ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. എന്നാൽ സെർവർ സൈഡിലോ സ്ക്രിപ്റ്റ് റിമെയിൻസ് ഇൻ ദി വെബ് സെർവർ. രണ്ടാമത്തെ പോയിന്റ്, സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ ക്ലയൻറ്റ് ബ്രൗസർ. പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സെർവർ സൈഡിലോ സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ വെബ് സെർവർ
and the web page produced is returned to the client browser. അടുത്തത് client side scripts are mainly used for validation of data at the client. എന്നാൽ server side scriptsലോ usually used to connect the database and return the data from the web browser. ഇനി user can block client side scripting. യൂസറിൻ്റെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് cannot be blocked by the user. The type and version of the web browser affect the working of the client side script. എന്നാൽ ഇവിടെ the features of the web browser does not affect the working of the server side script. അപ്പോൾ ഇതാണ് ഈ പോർഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഞാനൊന്ന് റിവൈസ് ചെയ്ത് പറയാം. നമ്മൾ DNS സെർവറിലാണ് തുടങ്ങിയത്. 13 റൂട്ട് സെർവേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ കോപ്പീസ് ലോകത്തെമ്പാടുമുണ്ട്. എങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ ആ റിക്വസ്റ്റ് അവിടെ പോയി സെർവറിൽ പോയി എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് നമുക്ക് കാണിച്ചു തരുന്നുള്ള ഒരു 5-6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്ന് വായിക്കുക. അതിനുശേഷം ഈ നോ യുവർ പ്രോഗ്രസ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തു. പിന്നെ വെബ് ഡിസൈനിങ് ഏതൊക്കെ തരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് എന്താണെന്ന് പറഞ്ഞു. നിങ്ങൾ ലാബിലുണ്ടാക്കുന്നത് സ്റ്റാറ്റിക്കാണ്, എന്നാൽ എക്സാമിനേഷൻ റിസൾട്ട് നോക്കുന്നത് ഡൈനാമിക് വെബ് പേജാണ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, സ്റ്റാറ്റിക് വെബ് പേജ് ഡൈനാമിക് വെബ് പേജ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. പ്രോഗ്രാം കോഡ് റിട്ടേൺ ഇൻസൈഡ് ദി HTML പേജാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ രണ്ട് അട്രിബ്യൂട്ടാണ് ടൈപ്പ് SRC. ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പറഞ്ഞു 2 എണ്ണമാണ്. അത് ഒന്ന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും 2 സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. അടുത്തത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ HTML തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ബിഗിനിങ് ആണിത്. ഇത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ്റെ സെയിം പോർഷൻ ആയതുകൊണ്ട് 2 പേർക്ക് ഇത് ഉപയോഗപ്രദമായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.